ഞാൻ ജനുവരി 12-ാം തീയതിയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്നോട് പറഞ്ഞത് പാലായിൽ കേന്ദ്രീകരിച്ച് പാർട്ടിയെ സജ്ജമാക്കണം. ഈ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന നിമിഷത്തിൽ ഈ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സുസജ്ജമായിരിക്കണം, അതിനുള്ള ജോലികൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ ഇൻചാർജായിട്ടാണ് എന്നെ പാലായിക്ക് നിയോഗിച്ചത്. അന്നു മുതൽ ഇന്ന് വരെയും പാലാ നിയോജകമണ്ഡലത്തിൽ 24 മണിക്കൂറും ഞാൻ പാലാ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് പാലായിക്ക് താമസം മാറ്റാൻ പാർട്ടി ആവശ്യപ്പെട്ട് ഞാൻ പാലായിലെ പുലിയെന്ന് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഈ നിമിഷം വരെയും എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്റെ കാര്യകർത്താക്കളോടാണ്. കഴിഞ്ഞ 65 ദിവസക്കാലം രാപകലില്ലാതെ ഉണുറങ്ങാതെ എന്നോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് പാലാപട്ടണം കണ്ട ഈ നിലയിലേക്ക് ഈ പ്രസ്ഥാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ കഴിഞ്ഞ എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ എന്റെ ശിരസ് നോക്കട്ടെ. 2 ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമരാധിനായ ഘടകകക്ഷികൾ. എടുത്തു പറയേണ്ടത് BDS-ന്റെ ഇപ്പോൾ നമ്മുടെ കടുത്തുരുത്തിയുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥിയും BDS-ന്റെ ജില്ലാ പ്രസിഡന്റുമായ സുരേഷ് ഇട്ടിക്കുന്നേൽ, 2020-യുടെ പ്രിയങ്കനായ നിയോജക മത്സര ജയന്തൻ ചേട്ടൻ, അതുപോലെ മറ്റേ ഘടകകക്ഷികളുടെ നേതാക്കൾ, ഇവരെ എല്ലാവരെയും അങ്ങേറ്റം ബഹുമാനത്തോടുകൂടി ഈ ദിവസത്തെ പ്രവർത്തനങ്ങളിൽ ഇന്ന് നടത്തിയ ഈ മഹാറാലിയിൽ ഇത്ര വലിയ ജനസാഹസം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാണ്. പ്രത്യേകം അവരെയും ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ ഇവിടെ PJ തോമസ് സാർ സൂചിപ്പിച്ചു, ഈ പാർട്ടി ഓഫീസ് എല്ലാ കാലത്തും ഈ പാർട്ടി ഓഫീസ് നിൽക്കുന്ന ഈ സ്ഥലം പുണ്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. കുരിശുപള്ളി മാതാവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ തന്നെ ഈ പാർട്ടി ഓഫീസ് സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ അതിന് എല്ലാ സഹായങ്ങളും തന്ന കുട്ടാപ്പള്ളി ജോണിച്ചായനോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ച പോലെ നാഷണൽ ഫാമേഴ്സ് പാർട്ടിയുടെ നേതാവ് കൂടിയായതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഘടകകക്ഷി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ഞാൻ ഈ പാലയിലേക്ക് കടന്നു വന്ന ഈ നിമിഷം മുതൽ എല്ലാ മേഖലയിലും എനിക്ക് നൽകിയ സ്വീകരണത്തിനും സന്തോഷത്തിനും എന്നോട് കാണിച്ച സ്നേഹത്തിനുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തട്ടെ. ഞാൻ ഈ നിമിഷം വരെയും ഈ പാലാ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും എന്തെങ്കിലും മോശമായ ഒരു പരാമർശം പോലും നടത്താത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടി പറയാതെ പോയാൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാരനല്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം PC ജോർജും ഷോൺ ജോർജും പാർട്ടി മാറി, മുന്നണി മാറി, വീണ്ടും പാർട്ടി ഉണ്ടാക്കി, വീണ്ടും പാർട്ടി മാറി, BJP-യിലെത്തി. ഇപ്പൊ BJP എന്നിട്ടിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ കുറെ പ്രചരണങ്ങൾ നടന്നു. ഒരു കാര്യം തീർത്തു പറയാം, പറഞ്ഞു പോയി അങ്ങ് മുമ്പോട്ട് പോകും. PC ജോർജ് ഒരു പ്രാവശ്യം മുന്നണി മാറിയത് മതികെട്ടാൻ കൊള്ളക്കെതിരെ പ്രതികരിച്ചപ്പോ ഇടതുപക്ഷത്തു നിന്ന് പുറത്താക്കിയപ്പോഴാണ്. ഇവിടെ എന്നെ കാർന്നവന്മാർക്ക് ബോധ്യമുള്ളൊക്കെ 2006-ൽ മതികെട്ടാൻ കൊള്ളക്കെതിരെ പ്രതികരിച്ച് അതിന് തീവക്കുരുള്ള കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ PC ജോർജിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കി. 1, അദ്ദേഹം UDF-ന്റെ ഭാഗമായി. 2ാമത് പുറത്താക്കിയത് എന്താന്ന് ചോദിച്ചാൽ പാലാക്കാർക്ക് നന്നായിട്ട് അറിയാം. ബാർ കോഴിയുടെ പേരിൽ കാണിച്ചത് തെറ്റാണെന്നും അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി അന്വേഷണം നടത്തണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് PC ജോർജ് UDF-ൽ നിന്നും പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അല്ലാതെ പിടിച്ചു പറിച്ചിട്ടും തോണ്ടിയിട്ടുമൊന്നുമല്ല. കേരള ജനപക്ഷം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2018-ൽ ശബരിമല സമരത്തോടനുബന്ധിച്ച് ശബരിമലയുടെ പവിത്രത കളങ്കപ്പെടുത്താൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നാസ്തികർ ശ്രമിച്ചപ്പോ അതിനെതിരെ പ്രതികരിച്ച് ആദ്യം മുന്നോട്ട് വന്നത് PC ജോർജ് ആയിരുന്നു. ആ സമരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ആ സമരം ഏറ്റെടുത്ത് മുന്നിൽ നിന്നപ്പോ അവരോടൊപ്പം നിൽക്കുന്ന PC ജോർജ് ചെയ്ത തെറ്റതാ. 2019-ൽ C. K. സുരേന്ദ്രൻ
പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് ശബരിമല സമരത്തിന്റെ മുന്നിൽ പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതാണ് പി സി ജോർജ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. 2020-2021 സംഘടിതമായി പി സി ജോർജിനെ തോൽപ്പിച്ചു. നിങ്ങൾക്കറിയാം അങ്ങനെ തോറ്റതെന്ന്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൂടെ? നമ്മളറിയാതെ നമ്മുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പി സി ജോർജ് 2021 തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോ ആ പി സി ജോർജിനെ തോൽപ്പിക്കാൻ ആ സംഘടന ശക്തി ഉറച്ചു നിന്നു. 5 വർഷക്കാലങ്ങൾക്ക് മുമ്പ് 5 വർഷം തോറ്റ് വീട്ടിലിരുന്നു. ഇന്ന് പി സി ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നു, പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നു. എന്നാൽ വീണ്ടും പറയുന്നു, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, എന്റെ രാജ്യത്തിനെതിരായി ശബ്ദിക്കുന്ന ഒരു ശക്തികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ ഷോൺ ജോർജിനും പി സി ജോർജിനും ഒരു വഴിയില്ല എന്ന് തീർത്ത് പറയുക. എനിക്കെന്റെ രാജ്യമാണെങ്കിൽ ഇത് അവിടെ രാജ്യം അത് മതമില്ല, ജാതിയില്ല, എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണമെന്ന് എന്റെ ഇവിടെ ഇസ്ലാം സുഹൃത്തുക്കൾ അതേ നിൽക്കുന്നു. എന്റെ അയലോക്കക്കാരനാണ്, നാട്ടെ നിൽപ്പുണ്ട്. പി സി ജോർജിനെ ഷോൺ ജോർജിനെ സ്നേഹിക്കുന്നവരാ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാ, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്നറിയണ്ടേ നമ്മൾ? ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ അറിയണ്ടേ? 2016 ഇപ്പോഴും പറയുന്നത്, കഴിഞ്ഞ ദിവസം SDPയുടെ കൊടി പിടിച്ചുകൊണ്ട് ഷോൺ ജോർജ് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പാലായിൽ എല്ലാ ഗ്രൂപ്പിലായിട്ട് ഇട്ട മഹാമാരോട് പറയുക, ഷോൺ ജോർജ് SDPയുടെ കൊടി പിടിച്ചതാ, ഒരു സംശയമില്ല. ഒറ്റയ്ക്ക് നിന്റെ പിന്തുണ നൽകാൻ വന്ന SDPI ആയിരുന്നു. 2 വർഷക്കാലം ആ മുന്നണിയോടൊപ്പം നിന്ന്, അവരോടൊപ്പം നിന്നു. 2018 മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട അന്ന് പി സി ജോർജ് രാവിലെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുമായി ഇനി ബന്ധമില്ല, കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലെ ഒളിച്ചു കച്ചവടം ഇല്ല. ഇവിടുത്തെ പിണറായി വിജയൻ BD സതീശൻ നടന്നത് ഒളിച്ചു കച്ചവടത്തിൽ നിന്നിട്ടില്ല. അന്തസ്സായിട്ട് SDPയുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് പിടിച്ചേ. പക്ഷേ അവർ രാജ്യവിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, അന്നത് ഉപേക്ഷിച്ചിട്ട് ചീത്ത വിളിക്കാനും പി സി ജോർജിന് ഒരു വഴിയില്ലായിരുന്നു. എങ്ങനെ പോകുന്നു അന്ന് ഞാൻ പറയുന്നു. പിണറായി വിജയൻ 2016 പി സി ജോർജിന് ഒരു സീറ്റിൽ പിന്തുണ കൊടുത്തപ്പോ 139 സീറ്റിൽ പിന്തുണ മേടിച്ചത് ആരാ? അന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പന പിന്തുണ മേടിച്ചിട്ടുണ്ട് 2016. കാരണം ഞാൻ കമ്മിറ്റിയിൽ ഇരുന്നില്ല, എനിക്കറിയാം. 139 നിയോജകമണ്ഡലങ്ങളിൽ അന്ന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു, SDPI. അതാർക്കും ഇവിടെ മിണ്ടാട്ടില്ല. അന്ന് ഈ പറഞ്ഞ ശക്തികൾക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയ സംരക്ഷണം ആവശ്യമായിരുന്നു. 2021 ഇതുപോലെ തന്നെ പിണറായി വിജയന് പിന്തുണ കൊടുത്തു SDPI. അന്നും ഇവിടെ ആർക്കും ചോദിക്കാനില്ല. 2026 ആയപ്പോ അവർക്ക് ഇനി വേണ്ടത് പിണറായി വിജയനെ അല്ല, മുസ്ലിം ലീഗിനെ പോലെ, BD സതീശനെ പോലെ ഒരു ഡമ്മി മന്ത്രിസഭ, പുറകിൽ നിന്നും ചരട് പിടിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഡമ്മി മന്ത്രിസഭ അവർക്ക് വേണം. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDFന് പിന്തുണ കൊടുക്കുന്നു. അപ്പോഴും ആ പിന്തുണ കൈപ്പറ്റുന്നതാരാ? ഇവിടെ ഇപ്പൊ ആ പിന്തുണ കൈപ്പറ്റുന്നതാരാ? മതമാണ് പ്രശ്നം. ആ മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എന്റെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞ KM ഷാജിയോട് BD സതീശന് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രതിഷേധമില്ല. എന്നാൽ സ്വന്തം സമുദായത്തിന്റെ കാര്യം നോക്കാൻ നിയോഗിക്കപ്പെട്ട SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സ്വന്തം സമുദായത്തിന്റെ കാര്യം നോക്കാൻ നിയോഗിക്കപ്പെട്ട സുകുമാരൻ നായരും തന്റെ സമുദായങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ BD സതീശൻ വർഗീയതക്കെതിരെ മരിച്ചു വീഴുകയാണ്. തന്റെ നിങ്ങൾക്ക് വാദമെന്ന് SDPI എന്നൊരു പേരുച്ചരിക്കാൻ, തന്റെ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പേരുച്ചരിക്കാൻ
ചോദിക്കാൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ അടുത്ത ദിവസങ്ങളിൽ ഗൾഫിൽ യുദ്ധം നടന്നു. ഇവിടെ ഇരിക്കുന്നതിൽ 50% ആളുകളുടെ ഏതെങ്കിലും ഒരു ബന്ധു ഗൾഫിൽ ഇല്ലാതിരിക്കില്ല. കാരണം ലോട്ടറിയും കള്ളും അല്ലാതെ വരുമാനമില്ലാത്ത കേരള സംസ്ഥാനത്തെ തീറ്റിപ്പോറ്റുന്നത് ഗൾഫ് രാജ്യങ്ങളാണ് അല്ലേ? ആ രാജ്യത്ത് ബോംബ് വീണിട്ടും ആ ബോംബ് വീണ് രാജ്യത്ത് ഒന്ന് അപലപിക്കാൻ തയ്യാറാകാതെ ബോംബിട്ട് ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച നാറിയ രാഷ്ട്രീയക്കാരെ എന്തു നമുക്ക് പറയാൻ കഴിയും? ഇറാനിൽ നമ്മുടെ ആരിലുണ്ടോ? ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്തോ ആട്ടെ, അല്ല ഇസ്രായേൽ ഇറാൻ പ്രശ്നം എന്തോ ആട്ടെ, നമ്മുടെ മലയാളികളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യ മഹാരാജ്യം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവിടെയും അഭിപ്രായം പറയുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായത്തിന് തൊട്ട് പറയാൻ വി ഡി സതീശൻ പറയുന്നു. എന്താ? അപ്പോ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ആ മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല, ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, ഈ മത തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യമല്ലാതെ മറ്റാർക്കും പ്രതികരിക്കാൻ കഴിയില്ല. അത് ഞങ്ങളുടെ ബോധ്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നാണമില്ലാത്ത മുന്നണികളോടാ. നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഈ തൊടുപുഴയ്ക്ക് അപ്പുറത്ത് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഒരു മന്ത്രി പൊങ്കവൻ ആ കൊച്ചിന്റെ വീട്ടിൽ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഇരിട്ടിയിൽ അനു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ചെന്നപ്പോ ഇസ്രായേലിന്റെ പാലസ്തീൻ ആക്രമണത്തിൽ ഇസ്രായേൽ വെച്ച് പരിക്കേറ്റ ഒരു പെൺകുട്ടി, നട്ടെല്ല് എഴുന്നേക്കാൻ കഴിയില്ല, കട്ടിൽ കിടക്കുക. ആ കുട്ടിക്ക് എല്ലാ മാസവും കൃത്യമായി ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും കൂടാതെ 1 ലക്ഷം രൂപയും ഇസ്രായേൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നു. ഈ CPM-കാരായ ഈ കോൺഗ്രസ്സുകാരായ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ഇത്. എങ്ങോട്ടാ പോകുന്നേ? പ്രാദേശിക വികസന കാര്യങ്ങളൊന്ന് മാറ്റിവെച്ചേ, അത് കഴിഞ്ഞ് നമുക്ക് പറയാം. എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ രാഷ്ട്രീയം? ഇവിടെ BJP ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ബോധം വേണം. ഇന്ത്യ മഹാരാജ്യത്ത് 12 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നു. ഇവിടെ ആരെയാ പീഡിപ്പിച്ചെന്ന് പറഞ്ഞേ, പറയുന്ന കോൺഗ്രസ്സുകാരൊന്ന് പറഞ്ഞേ, ആരെയാ പീഡിപ്പിച്ചേ? 12 വർഷമായി. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ഞാൻ ഉൾപ്പെടെ സമരം ചെയ്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ഇവിടെയുള്ള ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെ മുഴുവൻ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമാണ് എന്നല്ലേ പ്രചരിപ്പിച്ചത്. എന്നിട്ട് എന്തായി? ഈ കാലഘട്ടത്തിനിടയിൽ ഒരു മുസ്ലിം സഹോദരനെ ആ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, ഈ രാജ്യത്ത് ആദ്യമായി ഒരു മുസ്ലിം സഹോദരന് അംഗത്വം കൊടുത്തത്, രാജ്യത്തിന്റെ പൗരത്വം കൊടുത്ത ഒരു മുസ്ലിം സഹോദരനാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു മൂലമ്പ പ്രശ്നം. ഇവിടെ ഉണ്ടല്ലോ 2 സ്ഥാനാർത്ഥിമാർ, LDF-ന്റെയും UDF-ന്റെയും. കരുതരുന്ന ക്രിസ്ത്യാനികളല്ലേ? എവിടെയായിരുന്നു ഇവന്മാർ രണ്ടുപേരും? അവിടെ ഷോൺ ജോർജിനോട് പോകാൻ പറഞ്ഞത് BJP-യാണ്. ആ സമരം ഏറ്റെടുക്കാൻ പറഞ്ഞ BJP-യാണ്. ആ സമരം ഏറ്റെടുത്തുകൊണ്ട് വക്ഫ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ആ ജനത്തെ രക്ഷിച്ചത് BJP-യാണ്. പള്ളുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് പ്രശ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ഹിജാബ് വിഷയത്തിൽ അവിടേക്ക് എന്നെ പറഞ്ഞു വിട്ടത് എന്റെ രാഷ്ട്രീയ പാർട്ടിയെ BJP-യാണ്. ഞാൻ ചെന്ന ഒരു ദിവസം കൊണ്ട് ആ പ്രശ്നം തീർന്നു. എവിടെയായിരുന്നു ഈ പുങ്കവന്മാർ? സമുദായ സ്നേഹം, കർഷക സ്നേഹം. ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം കാണിക്കേണ്ടതല്ല സമുദായ സ്നേഹവും. എല്ലാവരെയും തുല്യമായി കാണാൻ പഠിക്കണം. എല്ലാവരെയും ഒന്നായി കാണാൻ പഠിക്കണം. എല്ലാ സമുദായങ്ങളെയും സഹോദരങ്ങളായി കാണാൻ പഠിക്കണം. എനിക്ക് 1 വർഷത്തെ കുരിശുപള്ളി നേതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ
ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് പറയും. തികഞ്ഞ ക്രിസ്ത്യാനിയാണ് ഷോൺ ജോർജ്, തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് എന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നേരെ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്, ഞാൻ BJPയുടെ ഭാഗമായതിനു ശേഷമാണ്. ഈ കഴിഞ്ഞ ദിവസം CK പത്മനാഭൻജി പാർട്ടിയുടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത വിഷയങ്ങൾ പുറത്തു പറയാൻ പാടില്ല, എങ്കിൽ പോലും ഇത് പറയാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയുന്നു. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ CK പത്മനാഭൻജി അമിത്ഷാജിയോട് ചോദിച്ചു, അമിത്ഷാജി നമ്മളെ മുസ്ലിം വിരോധികളായിട്ടാണല്ലോ എല്ലാവരും പറയുന്നത്, ഇത് നമ്മളെപ്പോഴും മുസ്ലിം വിരോധികളാണെന്നാ പറയുന്നത്, എന്താ ചെയ്യുക? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിയാണ്, നമുക്ക് ആ ഒരു ചീത്തപ്പേരുള്ളതാണ്. An appeasement to a community is an injustice to another community. ഒരു ജാതിയോടോ മതത്തിനോടോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രീണനം നടത്തിയാൽ അത് മറ്റൊരു സമുദായത്തോടോ സംഘടനയോടോ ചെയ്യുന്ന അനീതിയായി മാറും. അത്തരം അനീതി ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം BJP അതിനെ എതിർത്തിട്ടുണ്ട്. നാളെ ഇത് മുസ്ലിം സമുദായത്തിനെതിരായ അനീതി ഉണ്ടായാലും അവർക്കൊപ്പം നിന്ന് മറ്റു സമുദായങ്ങളോട് തിരിഞ്ഞു നിന്ന് വർത്താനം പറയാനും BJP ഉണ്ടാവും. BJP എന്താ പറയുന്നത്? സബ്കാ സാത്ത് സബ്കാ വികാസ്. അതാണ് BJP. അതുകൊണ്ടാണ് അന്തസ്സായിട്ട് ഞങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ BJPക്കാരാണ്. ഇന്ന് ആ BJPയെ മനസ്സിലാക്കുന്ന 80% സമൂഹം ഇന്ന് പാലാ നിയോജകമണ്ഡലത്തിലുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാനൊരു അഹങ്കാരം പറയുന്നതല്ല, പക്ഷേ പാലായിലെ ജനങ്ങളെ എനിക്കറിയാം, പാലായിലെ ജനങ്ങൾക്ക് BJP അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ നിയോജകമണ്ഡലത്തിൽ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിന് ഒരു റിസൾട്ട് വരുമെങ്കിൽ അത് NDA സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തി 25,000 വോട്ടിൽ ഭൂരിപക്ഷത്തിന് മുകളിൽ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇനി പാലാ വളരും രാജ്യത്തിനൊപ്പം, ഇനി പാലാ വളരും മോദിജിക്കൊപ്പം. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ റബ്ബർ നമ്മുടെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ നാടിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സമ്പദ്ഘടന എന്ന് പറയുന്ന റബ്ബറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തില് റബ്ബർ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ വലിയ പരാമർശമുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്. റബ്ബറെ രക്ഷപ്പെടുത്തിയെടുക്കാൻ എങ്ങനെയെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി 8 പ്രാവശ്യം ഡൽഹിക്ക് പോയാൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറയട്ടെ, 300 രൂപ ലഭിച്ചാൽ പോലും റബ്ബറിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പകുതിയെങ്കിലും മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സാഹുചേട്ടൻ പ്രസംഗിക്കാനുണ്ട്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു, ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, തൊഴിലെടുത്ത് ജീവിക്കാൻ നമ്മൾക്ക് ചെറുപ്പക്കാർക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം പാലായുടെ മണ്ണിൽ സൃഷ്ടിക്കാൻ BJP ഉണ്ടാകും. അതിനെക്കുറിച്ച് ഇവിടെ ആർക്കും പറയാനില്ല. 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തത് നമ്മളാരുമല്ല, ജോസ് കെ മാണിയാണ്. 5 വർഷക്കാലം അവിടെ ഇരുന്നു. എന്നിട്ട് 250 രൂപയ്ക്ക് 200 രൂപ കൊടുക്കാൻ കഴിഞ്ഞോ? നാണമുണ്ടോ? വോട്ട് ചോദിച്ചുകൊണ്ട് വീണ്ടും കർഷകന്റെ വീട്ടിൽ കയറിച്ചല്ല. ഇതേ 250 രൂപ കൊടുക്കാമെന്ന് മാണി സി കാപ്പയും പറഞ്ഞിരുന്നു ഇല്ലേ അവരുടെ പ്രകടന പത്രികയിൽ. എന്നിട്ട് ആ നിയമസഭയില് മുണ്ട് മുറുക്കി കൊടുക്കാനേലും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബറിന് എന്നാ വില കൂട്ടാക്കാത്തെന്നൊന്ന് ചോദിച്ചോ ഒരു പ്രാവശ്യം? 5 വർഷക്കാലത്തിനിടയിൽ മുണ്ട് മുറുക്കി കൊടുക്കാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. അങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ റബ്ബറിന് എന്താ വില കൂടാത്തെന്ന്? ഇനി മറ്റൊരു കാര്യം, ഞാൻ ആ വിഷയം പരാമർശിക്കുന്നു പറഞ്ഞു. നമ്മുടെ പാലായിലെ അഭിവന്ദിനെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകല്ല, ഞാൻ ഇനിയും താമസിക്കുന്നു. ഞാനിപ്പം തന്നെ നല്ല സമയമെടുത്തു. പാലായിൽ വികസനത്തിന്റെ കൊടിമുടി സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. ഇന്ന് രാവിലെ ഒരു ചാനലുകാരനോട് ചോദിച്ചു, പാലായിൽ ധാരാളം വികസനം നടന്നല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞു.
ആ റിവർ വ്യൂ റോഡിലോട്ടൊന്ന് പോയി നോക്കിയാൽ മതി. അവിടെ നല്ലൊരു വികസനം, ഇവിടെ മുതൽ ആ ബിഷപ്പ് ഹൗസിന്റെ പുറകെ വരെ നല്ലൊരു വികസനം 8 വർഷമായിട്ട് അസ്ഥികൂടമായിട്ട് നിൽപ്പുണ്ട്. പാലാ ടൗണിൽ ഇറങ്ങിയാൽ അല്ല എല്ലാരും കാണുന്നുണ്ടല്ലോ, പാലാ ടൗണില് ഒരു പെൺകുട്ടിയോ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയാൽ മാന്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനൊരു സ്ഥലമില്ല. ഗവൺമെന്റ് ആശുപത്രി വികസിപ്പിച്ചെന്നാ പറയുന്നേ. അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും, ഇവിടെ രാജീജി സൂചിപ്പിച്ചു, മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ. മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ അവിടെ ഒരു പേനയും കൊടുത്ത് ഒരു പ്യൂണിനെ ഇരുത്തിയാൽ മതി. ഈ ആശുപത്രി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, ടൂറിസം രംഗത്ത് വലിയ വികസനം ഉണ്ടാവണം. അതിന് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ നിൽക്കുന്ന പിണറായി സർക്കാരോ ഇനി വരാൻ പോകുന്ന സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല. അതിനപ്പുറത്ത് ഈ നാട്ടിൽ കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം. മദ്യവും ലോട്ടറിയും മാത്രം വരുമാനമുള്ള ഒരു സംസ്ഥാനത്ത് നടത്താൻ പറ്റുന്ന വികസനത്തിനപ്പുറത്ത് ഈ നാട്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും. ഈ നാട്ടിലൂടെ ഭാരത് മാല പദ്ധതിയിലൂടെ 6 ലൈൻ റോഡ് കടന്നു പോകും. നിങ്ങൾ എഴുതി വെച്ചോ. പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് ഹൈവേ ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചോ. 888 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിയുടെ കോഴ്സ് വരും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കോഴ്സ് വരും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പാലയുടെ മണ്ണിൽ നിരവധിയായി ഉണ്ടാകും. 100 കോടി രൂപയുടെ പദ്ധതി. മേലുകാവ്, മൂന്നിലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, കുട്ടിക്കൽ. ഇത് പാലായി മാത്രമല്ല, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം സർക്യൂട്ട് 44 കിലോമീറ്ററിൽ 25 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അത് വികസിപ്പിക്കാനുള്ള പദ്ധതി ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, അതിനുള്ള DPR തയ്യാറാക്കാൻ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് വന്നാൽ 100 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മലയോര പഞ്ചായത്തുകളിൽ മാത്രമായി നടക്കും. ഈ പാല എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയാണ്. ഒരാൾക്ക് ചങ്കാണ് പാല, ഒരാൾക്ക് കരളാണ് പാല. രണ്ടുപേരും കൂടെ ഒരു പരുവാക്കി പാലയെ. എനിക്ക് ചങ്ങം കരളൊന്നുമല്ല പാല, പക്ഷെ എനിക്ക് പാലയോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടൊക്കെ പോന്നേ. ഇനി മരിച്ച ഇവിടുന്ന് പിരിയൂ, ഒരു സംശയം വേണ്ട. ഷോൺ ജോർജ് പാലായി തന്നെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും ഈ നാടിന്റെ വികസനത്തിനൊപ്പം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ശ്രീ സാബു ജേക്കബ്, വാക്കുകളേക്കാൾ പ്രവൃത്തി കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച തൊഴിൽ ശില്പി, കേരളത്തിലെ വ്യവസായ ഭൂപടം മാറ്റിവരച്ച ധീരനായ സംരംഭകൻ, കിഴക്കമ്പലത്തെ ലോക ഭൂപടത്തിൽ എത്തിച്ച വ്യവസായ വിപ്ലവകാരി, ആയിരങ്ങൾക്ക് തൊഴിലും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സ്വയം പര്യാപ്തമായ ഒരു സ്വപ്നവും പകർന്നു കൊടുത്ത് കേരളത്തിനായി കരുത്തുറ്റ ചുവടുകൾ വയ്ക്കുന്ന കിറ്റസ്പൂർ പകരക്കാരൻ ശ്രീ സാബു ജേക്കബ് 2020 രാഷ്ട്രീയത്തിലൂടെ വികസന ഭാരതത്തിന്റെ ലക്ഷ്യം എന്ന് സാക്ഷാത്കരിച്ച 2020 സാബു ജേക്കബ് NDAയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. ഏറെ ആദരപൂർവ്വം മുഖ്യപ്രഭാഷണത്തിനായി ശ്രീ സാബു ജേക്കബിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട NDAയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, നമുക്കറിയാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണത്. കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിച്ചു. ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകള് ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പാടുപെടുകയാണ്. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോ അവര് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്, ഞങ്ങൾ വിലക്കയറ്റം പിടിച്ചു നിർത്തും, വിലകൾ കുറയ്ക്കുമെന്ന്. ഇന്ന് നമുക്കറിയാം, വിലക്കയറ്റം പിടിച്ചു നിർത്തിയുമില്ല, വില കുറഞ്ഞുമില്ല. അരി മുതൽ വെളിച്ചെണ്ണ എല്ലാ സാധനങ്ങളുടെയും വില 2 ഇരട്ടിയും 3 ഇരട്ടിയുമായി വർദ്ധിച്ചു എന്നുള്ളതാണത്. നമ്മുടെ രാജീവ് ജി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി,
ഞങ്ങളൊന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ജനിച്ചവനല്ല, രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചവനുമല്ല. വളരെ യാദർച്ഛികനായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. എന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വ്യവസായങ്ങൾ വളരുമ്പോ അതോടൊപ്പം ഈ നാടും വളരണമെന്ന്. 2011 അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മക്കളായ ഞങ്ങൾ രണ്ടുപേർ ഇറങ്ങി തിരിച്ചു. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഈ നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്നൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണത്. അങ്ങനെ കിഴക്കമ്പലം എന്ന് പറയുന്ന ഞാൻ ജനിച്ച മണ്ണില്, ആ ഗ്രാമത്തില് 7800 വീടുകളില് 7520 വീടുകളും ഞാനും എന്റെ സഹോദരനും കൂടി നടന്ന് ഓരോ വീടുകളും സന്ദർശിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് പോലും ആ നാട്ടിലെ ജനങ്ങള് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ഞങ്ങള് പോലെയുള്ള ആളുകള് ഓരോ വീടുകൾ തോറും കയറി അവിടെ ചെല്ലുമ്പോ അവിടുത്തെ അമ്മമാര് കണ്ണുനീരോടെ ഞങ്ങളെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റി അവരുടെ അടുക്കളയുടെ ശോചനീയാവസ്ഥ, അവരുടെ ടോയ്ലറ്റിന്റെ ശോചനീയാവസ്ഥ, ഇതിനേക്കാളൊക്കെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതി ഞങ്ങൾ കണ്ടത് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തില് ഇന്ന് നമ്മള് കേരളത്തെ പറ്റി ലോകമെമ്പാടും വീമ്പിളക്കുന്നുണ്ട്. 100% സാക്ഷരതയുള്ള ഒരു കേരളം. ആ കേരളത്തില് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തില് 282 കുടുംബങ്ങള് 4 കമ്പുകൾ കുത്തി അതിന്റെ മുകളിൽ നീല ടർപ്പായിട്ട് മൺതിട്ടയില് മനുഷ്യനും പട്ടിയും ആടും കോഴിയും ഒന്നിച്ചു കിടന്നുറങ്ങുന്ന ഒരു ചരിത്രമാണ് ഞങ്ങൾ കണ്ടത്. പല വീടുകളിലും ടോയ്ലറ്റ് ഇല്ല, പലർക്കും ഒന്ന് കിടന്നുറങ്ങാനായിട്ടുള്ള വീടുകളില്ല. അപ്പോ അവിടെയാണ് വ്യവസായിയായ എന്നെ രാഷ്ട്രീയക്കാരനായി മാറ്റിയത്. കാരണം ഈ നാടിന് വേണ്ടി എനിക്കൊരു വാശിയായിരുന്നു. ഈ 70 വർഷക്കാലം മാറി മാറി ഭരിച്ച് നശിപ്പിച്ച ഈ നാടിനെ ഒരു ഗ്രാമമെങ്കിലും പട്ടിണിയില്ലാത്ത സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമം ഉണ്ടാക്കി ഈ ലോകത്തോട് വിളിച്ചു പറയണം, ഇതും ഇവിടെ സാധ്യമാണ് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇടവും വലവും തിരിഞ്ഞ് ഇടതും വലതും ഒന്നിച്ച് എന്നെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ 2015 ഞങ്ങൾ ആദ്യമായിട്ട് ഒരു തീരുമാനമെടുത്തു, ഈ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കണം. പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചാൽ മാത്രമേ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനെ മത്സരിക്കുമ്പോ ഇടതിനോടും വലതിനോടും അവരൊന്നിച്ച് നിന്ന് അവരോട് ഏറ്റുമുട്ടി 19 സീറ്റുകളില് 17 സീറ്റുകളും നേടിക്കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ ചെല്ലുമ്പോ ആ പഞ്ചായത്ത് 39 ലക്ഷം രൂപ കടം ബാക്കി വെച്ചിട്ടാണ് പോയത്. 5 വർഷം അഴിമതിയില്ലാതെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു ഭൂതം നിധി കാക്കുന്ന പോലെ ഓരോ രൂപയും ജനങ്ങളുടെ നികുതി പണം കാത്തു സൂക്ഷിച്ച് ആ നാടിന് വേണ്ടി എല്ലാവിധ വികസനങ്ങളും നടപ്പിലാക്കി. ഒരുപക്ഷെ ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകൾ വെച്ച് ഏറ്റവും നല്ല വികസനങ്ങൾ നടപ്പാക്കിയതിനു ശേഷം 5 വർഷം കഴിഞ്ഞപ്പോ 13,57,00,000 രൂപ ജനങ്ങളുടെ അക്കൗണ്ടില് പഞ്ചായത്തില് നിക്ഷേപമിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഭരണം അവസാനിപ്പിച്ചത്. ഇന്ന് 10 വർഷം പൂർത്തിയാക്കുമ്പോ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ അക്കൗണ്ടില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് 32 കോടി രൂപയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളില് ഓരോ വർഷവും അവിടെ
ഇവിടെ മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയക്കാര് അടിച്ചു മാറ്റുന്നത് ഓരോ വർഷവും 2 കോടി മുതൽ 3 കോടി രൂപയാണ്. ഒരു പഞ്ചായത്തിന് അഴിമതിയില്ലാതെ ഭരിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നല്ല വികസനങ്ങൾ നടപ്പിലാക്കിയാൽ വളരെ നിസ്സാരമായിട്ട് 3 കോടി മുതൽ 4 കോടി രൂപ വരെ അവിടെ മിച്ചം വെക്കാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ ഏറ്റെടുത്ത ഐക്യനാട് പഞ്ചായത്തും മഴുവന്നൂർ പഞ്ചായത്തിലുമൊക്കെ കോടികളുടെ നിക്ഷേപമാണ് ഇപ്പൊ ബാക്കിയുള്ളത്. പ്രിയപ്പെട്ടവരെ, ലോകം വികസനത്തിലേക്ക് കുതിക്കുകയാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജി പറഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ലോകത്തിനോടൊപ്പം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളം മാത്രം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊരു മാറ്റം വരണം. ഇന്ന് കേരളത്തെ രക്ഷിക്കാനായിട്ട്, കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇന്ന് ഇന്ത്യയിലെ ഒരേ ഒരു നേതാവിനെ സാധിക്കൂ. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മാത്രമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ്. നിങ്ങൾക്ക് പാലക്കാർക്ക് ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ഇത്ര ശക്തനായിട്ടുള്ള ചെറുപ്പം കൊണ്ട് ഏത് സമരമുഖത്തും തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിൽക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷോൺ ജോർജ്. ഞാൻ ഈ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഷോൺ ജോർജിനെ വളരെ അടുത്ത് പരിചയപ്പെട്ടതും ഇത്രയധികം ബന്ധപ്പെട്ടത്. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം എന്റെ ഒരു സഹോദര തുല്യനായിട്ടാണ് ഞാൻ ഈ പാർട്ടിയിനേക്കാൾ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ എന്റെ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഈ പാലായിലെത്തിയത് ഷോൺ ജോർജിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാലായുടെ വികസനം ഉറപ്പാക്കണമെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDF വന്നാലും UDF വന്നു കഴിഞ്ഞാലും പാല വികസിക്കില്ല. പാല വികസിക്കണമെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ. ഷോൺ ജോർജ് പറഞ്ഞ മാതിരി ഇവിടുന്ന് ഹൈവേ എറണാകുളത്തേക്ക് കണക്ട് ചെയ്യണം. നമ്മളിവിടെ നമ്മുടെ ഇടത് സർക്കാർ പറയുന്നുണ്ട് വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള 6 വരി പാതയെ പറ്റിയാണ് പറയുന്നത്. ഈ 6 വരി പാതയുടെ 3 ലക്ഷം കോടി രൂപ മുടക്കിയത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. അതിന്റെ അവകാശി ഉടമസ്ഥൻ കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇപ്പോഴും നമ്മളിവിടെ പറയുന്ന എന്താണ്? 6 വരി പാതയെ പറ്റിയാ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളില്, ആന്ധ്രാപ്രദേശില്, തെലങ്കാനയില് അവര് ഇന്ന് സംസാരിക്കുന്നത് 8 വരിപ്പാതയും 10 വരിപ്പാതയും 14 വരിപ്പാതയുമാണ്. എന്തുകൊണ്ട് കേരളത്തിലും അതുപോലെ ഒരു വികസനം നമുക്ക് നടപ്പിലാക്കിക്കൂടാ? അപ്പൊ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ്. ഞാൻ ഈ NDAയിലേക്ക് ചേർന്നത് തന്നെ കിഴക്കമ്പലത്ത് തുടങ്ങി മറ്റ് പഞ്ചായത്തുകളിലേക്ക് നടപ്പിലാക്കിയ മാതൃകാ ഗ്രാമങ്ങള് ഈ കേരളമെമ്പാടും നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം. കിഴക്കമ്പലത്ത് ഞങ്ങൾ നടപ്പിലാക്കിയ ഏറ്റവും വലിയൊരു പദ്ധതി ഭക്ഷ്യസുരക്ഷയാണ്. ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റില് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും 50% വരെ വിലക്കുറവില് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നു. ഒരു മാസം അവർക്ക് 5000 രൂപ മുതൽ 10000 രൂപ വരെ മിച്ചം വെക്കാൻ സാധിക്കുന്നു. അപ്പോ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കേരളമെമ്പാടും 941 പഞ്ചായത്തുകളിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും NDA അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പാലായിൽ നല്ല ഈ കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും ഭക്ഷ്യസുരക്ഷ ആദ്യമായിട്ട് നടപ്പാക്കി നമുക്ക് ഈ കേരളത്തിന്റെ കണ്ണുനീരൊപ്പാൻ നമുക്ക് സാധിക്കണം. ഇന്ന് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. പിണറായി സർക്കാർ 2016 അധികാരം ഏറ്റെടുക്കുമ്പോ 1,51,000 കോടിയായിരുന്നു കടം. ആ കടം 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ അത് 3,15,000 കോടിയായി. വീണ്ടും 10 വർഷം പൂർത്തിയാക്കുമ്പോ 6,40,000 കോടിയോടുമാണ് ആയി മാറി.
അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കടമെടുക്കുക, കക്കുക, മുക്കുക, അതുകൊണ്ട് ജീവിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇടതിനോ വലതിനോ പറയാൻ സാധിക്കുമോ ഈ കടം ഞങ്ങൾ ഇല്ലാതെയാക്കാം, ഈ കടം കുറച്ച് ഞങ്ങൾ നിക്ഷേപമിടാം എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്നാൽ എൻഡിഎക്ക് പറയാൻ സാധിക്കും. ഈ 6 ലക്ഷം കോടി കടം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവന്ന് ഒരു 8 വർഷം കൊണ്ട് സർക്കാരിന്റെ ഖജനാവില് നിക്ഷേപമിട്ട് കാണിക്കാമെന്ന് ഒരേ ഒരു പാർട്ടിക്ക് പറയാൻ സാധിക്കൂ, അത് എൻഡിഎക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഇന്നിവിടെ ഇരിക്കുന്ന അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇവിടെ വിട്ടുപോയി. അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഇല്ല. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലയാളികള് എന്ന് പറയുന്ന ഒരു വർഗം ഒരു 30-40 വർഷം കഴിയുമ്പോ ഈ കേരളത്തിൽ ഉണ്ടാകില്ല. ഇവിടെ ബംഗാളിയും ആന്ധ്രാപ്രദേശുകാരനും UP-കാരനും കേരളത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കും. അപ്പോ ഈ ഒരു തലമുറ തീരുന്നതോടുകൂടി മലയാളി എന്ന് പറയുന്ന വർഗം ഇവിടെ ഇല്ലാതെയാകും. അതിന് മാറ്റം വരണമെങ്കിൽ, നമ്മുടെയൊക്കെ കുട്ടികള് ഈ നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, നമ്മുടെയൊക്കെ കുട്ടികൾ ഈ നാട് വിട്ടു പോകാതിരിക്കണമെങ്കിൽ അത് ഒരേ ഒരു പാർട്ടിക്ക് സാധിക്കൂ, എൻഡിഎക്ക് മാത്രം. ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻഡിഎക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഈ നാടിനെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന അവസാന അവസരമാണ്. അതുകൊണ്ട് ആരും ഇത് പാഴാക്കി കളയരുത്. നമ്മുടെ ഷോൺ ജോർജ് അടുത്ത പാലായുടെ MLA ആവണം. ഈ പാലായുടെ വികസനം 70 വർഷം കൊണ്ടുണ്ടാക്കിയതിനേക്കാൾ 10 ഇരട്ടി വികസനം ഈ പാലായിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഷോൺ ജോർജിന് ഉറപ്പുണ്ട്, എൻഡിഎക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധ്യമാകട്ടെ. എല്ലാവരും ഈ തവണ എൻഡിയോടൊപ്പം മാറ്റി ചിന്തിച്ചുകൊണ്ട് ഒരവസരം, 70 വർഷം നിങ്ങൾ ഇടതിനും വലതിനും കൊടുത്തു, ഒരവസരം എൻഡിഎക്ക് കൊടുത്തു നോക്കൂ. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാചകമുണ്ട്: പാലായിലേക്ക് കൊച്ചേട്ടൻ വരുന്നു. പ്രിയപ്പെട്ട പാലാ നിവാസികളെ, നമ്മുടെ വികസന സ്വപ്നങ്ങൾക്ക് ഇനിയൊരു ഡിജിറ്റൽ വിലാസമുണ്ട്. പരാതികൾ പറയുവാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനും നാളത്തെ പാലായുടെ പ്രകടന പത്രിക നേരിട്ട് തയ്യാറാക്കാനും നിങ്ങൾക്കായി ഒരു 24 മണിക്കൂർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. നിങ്ങളുടെ വിരൽത്തുമ്പിൽ പാലായുടെ ഭാവി കൊച്ചേട്ടനുക അവതരിക്കുകയായി. വികസന ചർച്ചകൾ ഇനി വീട്ടിലിരുന്ന് കൊച്ചേട്ടനോട് ചോദിക്കൂ, നിർദ്ദേശിക്കൂ. ഡിജിറ്റൽ പാല, സ്മാർട്ട് പാല, കൊച്ചേട്ടനിലൂടെ ഇനി വികസന വിപ്ലവം. ആ വികസന വിപ്ലവത്തിന്റെ ചാറ്റ് ബോട്ടിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൽ ലാൽ നിർവഹിക്കുന്നു. ഏറെ ആദരപൂർവ്വം ശ്രീ ലിജിൽ ലാലിനെ ചാറ്റ് ബോട്ട് ഉദ്ഘാടനത്തിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് എന്റെ വാട്സപ്പിലൊരു കൊച്ചേട്ടൻ എന്ന് പറഞ്ഞുള്ള ഒരു പേര് വരുന്നു. ആരാണ് കൊച്ചേട്ടൻ? ആരാണ് കൊച്ചേട്ടൻ? അതെന്താണ് കൊച്ചേട്ടൻ? ആരാണ് കൊച്ചേട്ടൻ? നമസ്കാരം. ആരാണ് കൊച്ചേട്ടൻ? എന്നോട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആരാണ് കൊച്ചേട്ടൻ? കൊച്ചേട്ടൻ ഒരു ചാറ്റ് ബോട്ടാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വാട്സപ്പ് വഴി ഓൺലൈനായി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വികസന കാഴ്ചപ്പാടുകളും പ്രശ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാനുള്ള ഒരു വീട്ടിൽ ചെന്ന്
ക്യൂ നിന്ന് മണ്ഡലം പ്രസിഡന്റെയും കൂട്ടിച്ചെന്ന് കാണേണ്ട ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ജനപ്രതി എന്നും ജനങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അത് ഒരു വാട്സപ്പ് കോളിനപ്പുറത്ത്, ഒരു വാട്സപ്പ് മെസ്സേജിനപ്പുറത്ത് അവൈലബിൾ ആക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് കൊച്ചേട്ടൻ. ഈ നാടിനെ സംബന്ധിച്ച് ഈ നാടിന്റെ വികസന കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുമ്പോൾ, പ്രകടന പത്രിക രൂപീകരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞാൻ സ്വീകരിക്കുന്നു കൊച്ചേട്ടനിലൂടെ. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതികളും ജനക്ഷേമ പദ്ധതികളുമൊക്കെ നിങ്ങളിലേക്ക് എത്താൻ കൊച്ചേട്ടൻ വഴി നമ്മുടെ വെബ്സൈറ്റിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും നിർദ്ദേശങ്ങളും ഈ നാട്ടിലൊപ്പം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി BDJS കോട്ടയം ഈസ്റ്റ് പ്രസിഡന്റ് കൂടാതെ കടുത്തുരുത്തി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയുമായ ശ്രീ സുരേഷ് ഈട്ടിക്കുന്നൽ അവരെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, നമ്മൾ 4 മണിക്ക് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. ഇപ്പം സമയം 8 മണിയാകാൻ പോകുന്നു. എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നമ്മുടെ ഷോൺ ജോർജ് ഇവിടെ വ്യക്തമായി അദ്ദേഹത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് കറക്റ്റാക്കി തരുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റും പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താണെന്ന് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും നമ്മുടെ 24 മണിക്കൂർ പ്രവർത്തിച്ച് അദ്ദേഹത്തെ നമ്മുടെ കേരള നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ചുമതല. നമുക്കറിയാം, ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേട്ടന്മാരായും അനിയന്മാരായും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇവരിപ്പം പറയുന്നത് ഞങ്ങൾ ഏറിയാൽ എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ ഒരാഴ്ച കൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നത്, എന്തേറെ കല്ലാണ് ഈ ഒരാഴ്ച കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ബഹുമാനപ്പെട്ട സതീശൻ പറഞ്ഞു, പൂച്ച വെറ്റി കിടക്കുന്ന ആ ഖജനാവിലേക്കാണ് ഇവരെല്ലാം പോകാനിരിക്കുന്നത്. ഒന്ന് ഞങ്ങൾ പറയുന്നു, ഞാനും ഷോണും പാലായിലും കടുത്തുരുത്തിയിലും നിന്ന് മത്സരിക്കുന്നുണ്ട്. ഏതൊക്കെയായാലും ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ കേരള മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ NDAയുടെ വിവിധ MLA-മാർ ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നും അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ നമ്മളിവിടെ പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അതിനെന്ത് വേണം? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം തരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ കേരളത്തിലെ ഖജനാവിൽ എത്തിച്ചാൽ മാത്രമേ ഇവിടെ വികസനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഖജനാവിൽ പറയണമെന്നുണ്ടെങ്കിൽ NDAയുടെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി NDAയുടെ സ്ഥാനാർത്ഥികളായിട്ട് നിന്ന് മത്സരിക്കുന്ന ഷോൺ ജോർജിന് താമരചിഹ്നത്തിലും കടുത്തുരുത്തിയിൽ BDJS-ന്റെയും NDAയുടെയും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഞാൻ തന്നെ സുരേഷ് ഇട്ടിക്കുന്നതിന് നമ്മുടെ തെങ്ങുംതോപ്പ് അടയാളത്തിലും നമ്മുടെ ഷോൺ ജോർജിന് താമര ചിഹ്നത്തിലുള്ള അടയാളത്തിലും, അതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് NDAയിലേക്ക് മത്സരിക്കുന്ന, അതുപോലെ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും വേണ്ടി നിങ്ങളുടെ വീടുകളിൽ വളരെ പരിചയമുള്ള ആൾക്കാർ കാണും, എല്ലാ മണ്ഡലങ്ങളിലും ആൾക്കാർ കാണും. അവരെ എല്ലാം വിളിച്ച് NDAയുടെ വിജയം ഉറപ്പിക്കുന്ന രാവും പകലുമായിരിക്കണം നമുക്ക് ഇനി ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നടന്ന ഈ പ്രോഗ്രാമിന് തുഷാർജിയുടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹത്തെ പാലക്കാട്ടോട്ട് തന്നെ NDA അങ്ങോട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വരാത്ത. നാളെ മുണ്ടക്കയത്ത് PC ജോർജിന്റെ കൺവെൻഷൻ അദ്ദേഹം കൃത്യമായും ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സുരേഷ് ഈട്ടിക്കുന്നൽ. അടുത്തതായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ്. ഈ ആളുകളെ സ്വീകരിക്കുന്നതിനായി NDAയുടെ ആദരണീയനായിട്ടുള്ള നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ PJ തോമസ് സാർ